ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ വീണ്ടും കേസെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് പല വിവാദങ്ങളിൽ പെട്ടു. കോടതി ഇടപെട്ടു. കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കോടതിയെ പോലും വെല്ലുവിളിച്ച് ഈ സ്ത്രീ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്? അല്ല, അത് കോടതി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ജനശ്രദ്ധയ്ക്കായിട്ട് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കരുത്, ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് മാത്രം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നിട്ട് അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവരൊരിക്കൽ ഇതിനു മുമ്പൊരിക്കൽ വന്ന് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് വ്ളോഗറുമായി ചേർന്ന് വീഡിയോ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അവിടെ വന്ന് കേക്ക് മുറിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിനൊക്കെ തന്നെ കേസുകൾ പ്രശ്നങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഇപ്പോൾ വന്നിട്ട് അവിടെ നടയിൽ വന്ന് വീണ്ടും ഒരു വീഡിയോ എടുത്ത് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പം അത് കോടതിയെ ഇപ്പോൾ ആർക്കും പേടിയില്ലേ? കോടതിയെ പേടിക്കേണ്ട അവസ്ഥ വരണമെങ്കിൽ പോലീസ് നേരെ റിപ്പോർട്ട് ചെയ്യണ്ടേ? കഴിഞ്ഞ തവണ പോലീസ് കേസെടുത്തെങ്കിലും അത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അറിയുന്നത്. കോടതിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. കോടതിയുടെ മുമ്പിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ട് കൊടുക്കുന്നു, അതാണ് പ്രധാനം. പോലീസ് തയ്യാറാക്കുന്ന FIR അല്ലെങ്കിൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ വേർഷനായിട്ട് അവിടെ വരേണ്ടത്, അല്ലേ? വേറെ ആരും ഇതിനകത്ത് പറയില്ല. ജസ്നയുടെ സൈഡല്ലേ പറയുള്ളൂ. അപ്പോൾ പോലീസും പിന്നെ സർക്കാർ അഭിഭാഷകനും വേണ്ട രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിനെ ശ്രദ്ധിക്കേണ്ട ദേവസ്വം ബോർഡാണ്, ഗുരുവായൂർ ദേവസ്വമാണ്. അവിടെ അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വത്തിൻ്റെ ആൾക്കാരും ദേവസ്വത്തിന് പ്രത്യേക വക്കീലും ഒക്കെ ഉണ്ട്. പക്ഷേ അവരും ഇത് വേണ്ട രീതിയിൽ മുന്നോട്ട് നീക്കുന്നില്ല. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ മൊബൈൽ ഫോണിന്റെ ചിത്രീകരണം, മറ്റു മതസ്ഥരുടെ കടന്നുകയറ്റം, ആ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മൗനത്തിലിരിക്കുന്നു? അവർ ഈ സ്വർണ്ണക്കടത്തിലേക്ക് ചിന്തിച്ചിരിക്കുകയാണ്. അല്ല, ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധ വേറെ പലതിലുമാണ്. അത് തന്നെയാണ് കാര്യം. ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്, അനാചാരങ്ങളെ അവിടെ കയറ്റാതിരിക്കുന്നതിന്, ആചാരങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഭക്തർക്കും ദേവനും വേണ്ട രീതിയിൽ പൂജ നടത്തുന്നതിനൊക്കെയുള്ള സൗകര്യമാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, മതപരമായ ചടങ്ങുകൾക്ക് വിവാഹത്തിനല്ലാതെ വേറൊന്നിനും അവിടെ വീഡിയോ പ്രദർശിപ്പിക്കരുത്, വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ വീഡിയോ ബാനുണ്ട്. കല്യാണത്തിനാണെങ്കിലേ വീഡിയോ എടുക്കാവൂ, അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ അതിനെ എടുക്കാവൂ. ചോറൂണോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും കാര്യങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ അവിടെ വീഡിയോ എടുക്കാവൂ, അല്ലാതെ ഒന്നിനും വീഡിയോ എടുക്കരുതെന്നാണ്. അപ്പോൾ വീഡിയോ എടുത്തത് ഒരു തെറ്റ്. പിന്നെ അവിടെ അന്യമതസ്ഥരുടെ കയറരുതെന്ന് ഒരു നിർദ്ദേശമുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഭക്തർക്ക് അത് അന്യമതസ്ഥർ കയറരുതെന്ന് പറയുന്നത് ഭക്തി ഇല്ലാത്തവർ അവിടെ കയറരുതെന്ന് ഉദ്ദേശമാണ്. അതാണ് അതിൻ്റെ കാര്യം. കാരണം ഭക്തി ഇല്ലാത്തവർ കയറിയാൽ അതിന് ഇത് കാണാം. ഞാനിവിടെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ സംഗമ സ്ഥാനം എന്ന് പറയുന്ന പാളയത്ത് ബസ്സിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിൽ പാളയം പള്ളി കാണുമ്പോൾ വരയ്ക്കും, ഹിന്ദു ആണെങ്കിൽ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നമ്പം തൊഴും, മുസ്ലിം ആണെങ്കിൽ പാളയം മുസ്ലിം പള്ളിയുടെ അവിടെ വരുമ്പോഴും എന്തെങ്കിലും ഒരു വണങ്ങും. ബാക്കിയുള്ളിടത്ത് ഭയങ്കര ആന ഇരിക്കും പോലെ ഇരിക്കും, അല്ലേ? അതിന്റെ കാരണം എന്താണ്? അവർക്ക് നമ്മളെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇത്രയും കൃത്യമായി അല്ല, അതാണ് കാരണം. സത്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. എനിക്കിത് ഇവിടെ ഒരു പിന്നെ മ്യൂസിയത്ത് ഒരു അങ്ങനെ പേര് പിന്നെ സെൽവരാജ് എന്ന് പറഞ്ഞൊരു സമൂഹത്തിന് ഇറച്ചി കൊടുക്കുന്ന ഒക്കെയുള്ള നല്ല സരസനാണ്. അപ്പം പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത്, പുള്ളിയുടെ സെൽവരാജ് എന്ന് വിളിച്ചപ്പം അച്ഛൻ്റെ പേരെന്തോന്ന് ചോദിച്ചപ്പം പിന്നെ സുരേഷ് എന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ സെൽവരാജ് എന്ന്? സാറേ, എൻ്റെ പേര് രാജൻ എന്നാണ്, പള്ളിക്കാരെല്ലാം കൂടെ എന്നെ സെൽവരാജ് എന്നാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു, നിങ്ങൾ മതം മാറിയോ എന്ന് ചോദിച്ചു. ആ, മാറി. അപ്പോൾ അയാളൊരു സത്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പള്ളിയിലൊക്കെ കറക്റ്റായിട്ട്? ഞാൻ പോകാറില്ല, ഈ പള്ളിയിൽ വെച്ചും വന്ന് ഭയങ്കര ശല്യമാണ്. ചിലപ്പോൾ ജംഗ്ഷൻ എന്താ സെൽവരാജ് നിങ്ങൾ പള്ളിയിൽ വരാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾക്കൊരു പെപ്പറാണ്, അന്ന് പള്ളിയിൽ പോകും, അത് കഴിഞ്ഞ് പിന്നെ പോകില്ല. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ നിങ്ങൾ ചെന്ന് ചാടിയില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനി ആയെങ്കിൽ പള്ളിയിൽ പോകണം കറക്റ്റായിട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നത്, സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് കിടക്കുമ്പം പത്മനാഭാന്ന് വിളിച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ, ഈശോ മിശിഹായെന്ന് വിളിച്ചാൽ ഉറക്കം വരില്ല. കാരണം ഇത് നമ്മുടെ മനസ്സിൽ രൂഢമായ ഒരു വിശ്വാസമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ അമ്പലത്തിൽ പോകുന്ന ആരായിരിക്കണം? ഭക്തനായിരിക്കണം, അല്ലാത്തവൻ അവിടെ പോകരുത്. മുസ്ലിം ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് ഭക്തനായിരിക്കണം. നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭക്തയോടെ കാണുകയാണെങ്കിൽ അവിടെ പോവാം. ബുദ്ധിമുട്ടാവും അല്ലേ? ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല, അവരെ ഇൻസൾട്ട് ചെയ്യലും കൂടെ ആവില്ലേ?
അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുവായൂർ നമ്മളിവിടുത്തെ സംഗമത്തിൽ നമ്മുടെ ത്രിവേണി സംഗമമാണ് ഇവിടെ, മതസൗഹാർദ്ദ ത്രിവേണി സംഗമമാണ് പാളയം. അവിടെ മൂന്ന് രീതിയിലാണ്. മൂന്നിനെ ഒന്നായി കാണുന്നില്ല ആള്. നമ്മൾ മതസൗഹാർദ്ദ സെന്റർ എന്ന് പറയുന്നത് ശരിക്കും ഇല്ല അവിടെ മൂന്നായിട്ട് തന്നെയാണ് ആൾ കാണുന്നത്. ഇതുപോലെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഉള്ളത്. അപ്പോൾ ജസ്നയ്ക്ക് അവിടെ ഭക്തിക്കാണെങ്കിൽ പോവാം, പക്ഷെ ഭക്തി അല്ല ജസ്നയുടെ ഉദ്ദേശം. ജസ്നയ്ക്ക് പോപ്പുലാരിറ്റിയാണ്, വിവാദങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ തന്റെ പേര്. ഇപ്പം ജസ്ന സലീമിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഈ ഒരു കോപ്രായം കാണിച്ചുകൊണ്ടല്ലേ. ഇത് കാണുന്ന മുഴുവൻ പേരും ഈ ജസ്ന സലീം ആരാണെന്ന് അറിയുന്നത് ഇതുകൊണ്ടല്ലേ. ഇത്തരം പിന്നെ ദുഷ്പേരിലൂടെ സൽപ്പേരുകൾ നേടുന്ന കുറേ ആളുകൾ ഇപ്പം ഉദയം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് മാറട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അവരുടെ കാലത്താണ് ഇതുപോലെ ഗുരുവായൂരപ്പനെ വിറ്റും ശബരിമല അയ്യപ്പൻ്റെ അവിടെ പിന്നെ പ്രവേശനം നടത്തിയും ഒക്കെ ഓരോരുത്തർ പേരെടുക്കാൻ നോക്കുന്നത് അല്ലേ. ഹിന്ദുമണിയെ നമ്മൾ അറിഞ്ഞ എന്തുകൊണ്ടാണ്, അവിടെയൊക്കെ കയറിയോണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലർ ചെയ്യുന്നതാണ്. ആ നെഗറ്റീവ് പബ്ലിസിറ്റി പിന്നീട് അവർക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. അല്ല, ഓരോ വ്യക്തിക്കും ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നാം കാണുന്നതാണ് എല്ലാ വിശ്വാസത്തെ അങ്ങ് എതിർക്കുക. ഇപ്പോൾ മുസ്ലിം ചെയ്യുന്നത് തെറ്റ്, ക്രിസ്ത്യാനി ചെയ്യുന്നത് തെറ്റ്, ഹിന്ദുക്കൾ ചെയ്യുന്നത് തെറ്റ്, അവരുടെ വിശ്വാസം അനുസരിച്ചല്ലേ അവർ മുന്നോട്ട്. ഇതിനാണ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പം മുസ്ലിം ദേവാലയത്തിൽ കയറി ഞാൻ പോയി അവിടെ ഓം ക്രീം എന്ന് പറഞ്ഞ് ബെല്ലടിച്ചാൽ അവിടെ ഒരു വിവാദമായില്ലേ. ആൾ എന്നെ അടിക്കാൻ പിടിക്കും, അല്ലെങ്കിൽ പിടിച്ചു കെട്ടും. അപ്പോൾ ഞാൻ പോപ്പുലറാവും. വേണുഗോപാൽ ഇങ്ങനെ അവിടെ ഒരു പള്ളിയിൽ പോയിട്ട് മണി അടിച്ചുകൊണ്ട് ഓം ക്രീം പറഞ്ഞെന്നാവും അല്ലേ. അപ്പോൾ ഉടനെ തന്നെ പത്രത്തിൽ ഹെഡിങ്ങിൽ വരും, ഇവന് വട്ടാണെന്ന് പറയും, ചിലർ പറയും മനപ്പുറം ചെയ്താണെന്ന് പറയും, അല്ലെങ്കിൽ ഇവൻ കലാപം ഉണ്ടാക്കാൻ ചെയ്തതാണെന്ന് പറയും. എന്തായാലും എൻ്റെ പേരും പടവും വന്നു, അങ്ങനെ ഞാൻ പ്രസിദ്ധനായി എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇത് തന്നെയാണ് ജസ്നയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പണമാണോ അല്ലേ ലക്ഷ്യം? ഇതിൽ പണം. ബ്ലോഗർ ഇത് ഈ വീഡിയോ എല്ലാവരും കാണും. ഇവരവിടെ പോയി എന്താണ് ചെയ്തതെന്ന് അറിയണമല്ലോ. ജസ്ന അവിടെ കേക്ക് മുറിച്ചോ അതോ കൃഷ്ണന് മാലയിട്ടപ്പോൾ എന്ത് ഭാവത്തോടെയാണ് ഇവർ മാലയിട്ടത്? അല്ല, അതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും കഷ്ടകാലമാണ്. ഇപ്പോൾ ശബരിമല പരിശോധിച്ചാൽ അവിടെ എന്നും വിവാദങ്ങളാണ്. ഇവിടെ ഇപ്പൊ പിന്നീട് ഈ ഗുരുവായൂർ പരിശോധിച്ചറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രം പരിശോധിച്ചാലും നമുക്കറിയാം അവിടെ എന്നും വിവാദങ്ങളാണ്. എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ തുടർച്ചയായ വിവാദങ്ങൾ വരുന്നു? അതിലെന്തെങ്കിലും നാം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഈ കേസെടുപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അല്ല, അതാണ് എന്റെ വിശ്വാസത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ മാത്രം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഞാനത് നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. ക്ഷേത്രത്തിന് ചോദിക്കാൻ ആളില്ല, പള്ളിയുടെ ആളുണ്ട്, മോസ്കിൻ്റെ ആളുണ്ട്, അവിടെ ജമാഅത്തെ കമ്മിറ്റിയുണ്ട്, പള്ളിക്ക് പിന്നെ ക്രിസ്ത്യൻ അവിടെ സഭയുണ്ട്, കമ്മിറ്റിയുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, അതിന് സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. അവരൊന്നും ചോദിക്കും. ഇത് സർക്കാരിൻ്റെ സാധനമാണ്. തേവരുടെ ആന വലിയടാ വലി അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും അതിനകത്ത് പെട്ടുപോകും. നമ്മുടെ ക്ഷേത്രങ്ങൾ ഭക്തർക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും പ്രധാനം. ഹൈക്കോടതിയുടെ ആ ഒരു നിർദ്ദേശം കറക്റ്റാണ്. ഭക്തർക്ക് മാത്രമേ ദേവാലയത്തിൽ പ്രവേശിക്കാവൂ. ക്രിസ്ത്യൻ പള്ളിയിൽ അവിടുത്തെ ഭക്തർ, മുസ്ലിം പള്ളിയിൽ അവിടുത്തെ ഭക്തർ, ഹിന്ദു ക്ഷേത്രത്തിൽ അവിടുത്തെ ഭക്തരെ പോകാവൂ. കാരണം അല്ലാത്തവൻ പോകുന്നത് ഗോഷ്ഠി കാണിക്കാനാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഗോഷ്ഠി കാണിക്കുമ്പം അപ്പുറത്ത് പൂർണ്ണമായും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവന് നോവും. ആ നോവലുണ്ടായാൽ അവരുടെ വിശ്വാസത്തിനെ ഹനിക്കും. വിശ്വാസത്തിനെ ഹനിച്ചാൽ ചിലപ്പോൾ കലാപം ഉണ്ടാകും. പോലീസ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ കലാപം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്ന ചോദിച്ചാൽ ഹിന്ദുവിന് ചട്ടപ്പടിയാണ്. മറ്റേത് അങ്ങനെയല്ല, ആദ്യം അടിയാണ്, പിന്നെയാണ് ചട്ടം വരുന്നത്. നിങ്ങൾ മുസ്ലിം പള്ളി കയറി എന്തെങ്കിലും കാണിച്ചാൽ അടി അപ്പം തരും. അവിടെ വേറെ അതിന് കമ്മിറ്റി ഉണ്ട്. ഇത് ദേവസ്വം ബോർഡിന് പിന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് അടിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അവൻ ഉടനെ തന്നെ ഒരു കത്ത് എഴുതി പോലീസ് ചോദ്യം ചെയ്താൽ നമുക്കറിയാം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് 2000-ലധികം പേർക്കെതിരെയാണ് അല്ലേ കേസെടുത്ത് അകത്തായത്. പിന്നെ അറസ്റ്റ് ചെയ്ത് 30,000 പേരെയാണ്. കേസിന്റെ കാര്യം വിടാം, 30,000 സ്ത്രീകൾ ഉൾപ്പെടെ 30,000 പേരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ നാമം ചോദിച്ചുകൊണ്ട് റോഡെ പോയ സ്ത്രീകളെ അടക്കം 30,000 പേരെ അറസ്റ്റ് ചെയ്തില്ലേ. അതാണ് വ്യത്യാസം. അപ്പം നിങ്ങളുടെ ക്ഷേത്രം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ, വിശ്വാസികളാണ് ഭരിക്കുന്നതെങ്കിൽ അവിടെ മോഷണവും വരില്ല, അനാചാരവും നടക്കില്ല, അവിടെ പിന്നെ ആചാര ലംഘനവും നടക്കില്ല. അല്ലെങ്കിൽ
ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു വഴിയമ്പലം എന്നുള്ളൊരു വാക്കുണ്ട്, വഴിയമ്പലം. അങ്ങനെ വഴിയമ്പലമായി നമ്മുടെ ദേവാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ സൂചനയാണിപ്പോൾ ജസ്ന സലീം കാണിച്ചത്. അതുപോലെ പലരും പലതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കും പള്ളി വിശ്വാസിക്കും ഒക്കെ ഇരിക്കുന്നത് പോലെ ക്ഷേത്രവും വിശ്വാസികൾക്ക് ഇരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നടപടിയെടുക്കാം, അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.